എൻ്റെ പേര് സാൻഡ്ര. ഞാൻ മൂത്ത മോൻ്റെ രണ്ടാമത്തെ മോളാണ്. അപ്പച്ചനെ കുറിച്ച് ചോദിച്ചാൽ എനിക്ക് അധികം അറിയില്ല, ബിക്കോസ് ഞാൻ വർഷത്തിൽ 1 മാസം ഒക്കെ നിൽക്കാറുള്ളൂ കൂടെ. പക്ഷേ നിന്നതിൽ വെച്ച് മനസ്സിലായത് അപ്പച്ചൻ നല്ല ദൈവവിശ്വാസിയാണ്. ഞാൻ അപ്പച്ചൻ്റെ രണ്ടാമത്തെ കൊച്ചുമോളാണ്. പക്ഷേ എന്നിരുന്നാലും ഞാൻ ആകെ വർഷത്തിൽ ഒരിക്കലാണ് അപ്പച്ചനെ കണ്ടുമുട്ടുന്നത്. കാരണം ഞാൻ പഠിച്ചതും വളർന്നതും ഇപ്പോൾ ജോലി ചെയ്യുന്നതും എല്ലാം പുറത്ത് തന്നെയാണ്. അപ്പം അപ്പച്ചനുമായിട്ടുള്ള അനുഭവങ്ങൾ വളരെ കുറവാണ്. അപ്പോൾ ആ 1 മാസത്തിലുള്ള അനുഭവങ്ങൾ എന്ന് പറയുമ്പോൾ അപ്പച്ചൻ്റെ ദൈവവിശ്വാസമാണ്. കാരണം അപ്പച്ചൻ എന്നും നിർബന്ധമായിട്ടും കുടുംബ പ്രാർത്ഥന, ഞങ്ങൾ എത്ര താമസിച്ചു വന്നാലും ഞങ്ങളെല്ലാം കൂടി ഇരുന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചിട്ടൊക്കെ കിടന്നുറങ്ങാറുള്ളൂ. പിന്നെ അപ്പോൾ ആ ഒരു വിശ്വാസം ഞങ്ങൾക്ക് മാതൃകയാണ്. ഞങ്ങളും ജീവിതത്തിൽ ആ വിശ്വാസം പിന്തുടരുകയാണ്. എൻ്റെ പേര് റോഷിയും. ഞാൻ അപ്പച്ചൻ്റെ ഇളയ മകൻ്റെ മൂത്ത മോളാണ്. അപ്പച്ചനെക്കുറിച്ചുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ 2 വയസ്സ് വരെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അപ്പച്ചന് വയ്യാത്ത ഒരു സമയമായിരുന്നു. എന്നാലും അപ്പച്ചനും ഞാനും തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഭയങ്കര പൊസസീവ് ആയിരുന്നു. ഞങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും എന്താ പറയുക ഭയങ്കര പൊസസീവ് ആയിരുന്നു. അപ്പച്ചൻ ഇപ്പം മറ്റുള്ള കസിൻസൊക്കെ ഹോളിഡേയ്സിന് വരുമ്പോൾ അപ്പച്ചൻ എനിക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ഇങ്ങനെ നോക്കും. അല്ലെങ്കിൽ പിന്നെ ഞാൻ കരയുവാണെങ്കിൽ വേറെ മാവിമാരെയൊക്കെ വഴക്ക് പറയുകയൊക്കെ ചെയ്യുമായിരുന്നു. ഭയങ്കര കെയറിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാനും അപ്പച്ചനും തമ്മിലുള്ളത്. എൻ്റെ പേര് ടെസ എന്നാണ്. ഞാൻ അപ്പച്ചൻ്റെ മൂത്ത മകൻ്റെ ഇളയ മോളാണ്. ഞാനിപ്പോൾ സൗദിയിലാണ് പഠിക്കുന്ന കാരണം ഞാൻ നാട്ടിൽ നിൽക്കാത്ത കാരണം അപ്പച്ചനായിട്ട് അധികം ബന്ധം എനിക്കില്ല. പക്ഷേ എനിക്ക് അപ്പച്ചനെ അറിയാവുന്നോളം അപ്പച്ചൻ എന്താ പറയുക ഇച്ചിരി ഇച്ചിരി റിലീജിയസ് പേഴ്സണാണ്. ദൈവത്തിനോട് ഇച്ചിരി കൂടുതൽ പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങളോടും പ്രാർത്ഥിക്കാൻ പറയും, എല്ലാ ദിവസവും ബൈബിൾ വായിക്കാനൊക്കെ പറയും. പിന്നെ ഇവിടെ നാട്ടിലിരിക്കുമ്പോൾ എപ്പോഴും കുടുംബ പ്രാർത്ഥന നടക്കാറുണ്ട്. സൗദിയിലാകുമ്പം എല്ലാ രാത്രിയിലും വിളിച്ച് ഞങ്ങളുടെ പഠിത്തത്തെക്കുറിച്ച് അന്വേഷിക്കുകയും മാർക്കൊക്കെ കുറവാണെങ്കിൽ ഇച്ചിരി പഠിക്കാൻ മോട്ടിവേറ്റൊക്കെ ചെയ്യുന്ന ഒരാളാണ്. പിന്നെ ഇച്ചിരി ഷോർട്ട് ടെമ്പറാണ്, ഇടയ്ക്ക് ഇച്ചിരി ദേഷ്യപ്പെടുവാങ്ങ്. പക്ഷെ എന്നാലും ഭയങ്കര സ്നേഹമൊക്കെ ഉണ്ട് ആൾക്ക്. എൻ്റെ പേര് റയൻ. വീട്ടിൽ വിളിക്കുന്ന കുര്യാച്ചൻ എന്നാ. ഞാൻ അപ്പച്ചൻ്റെ ഇളയ മോൻ്റെ രണ്ടാമത്തെ മോൻ. അപ്പച്ചനെ കുറിച്ച് ചോദിച്ചാൽ അധികം ഓർമ്മയൊന്നുമില്ല. ഞാനിവിടെ ഒരു 4 വർഷം താമസിച്ചിട്ടുള്ളൂ കുഞ്ഞായിരുന്നപ്പോൾ. പക്ഷേ ഓർമ്മകളൊക്കെ വരുമ്പോൾ ഓലപ്പന്തും ഓലക്കാറ്റാടിയൊക്കെ ഉണ്ടാക്കി തരുമായിരുന്നു ബോറടിക്കുമ്പോൾ. പിന്നെ ശ്രുതിയൊക്കെ ചെയ്യുമ്പോൾ വഴക്ക് പറയും. പക്ഷെ അതും സ്നേഹത്തോടെ വഴക്ക് പറയത്തുള്ളായിരുന്നു. My name is Nanma and I am the youngest granddaughter of Appachan. My name is Prathana and I am also the youngest granddaughter of Appachan. We are Bijan's children. As the eldest grandchild, I like to keep reminding them that I'm the one who made them an Appachan and Ammachi. Summers in Kerala was something I cherished as a child. It meant we were leaving Delhi's scorching heat and traveling to Kerala, which had just entered its monsoon. We would spend hours and hours with Appachan and Ammachi, sitting at every nook and corner of the house, especially in the sit-out. We would spend there hours and talking about different things under the sun. We would end up fighting, we would end up laughing. But all along the vacations, we would come back each day and talk about things. Growing up, summer vacation meant spending time with Appachan and Ammachi in Kerala. I would look forward to enjoy the monsoon rain and relish all the food Ammachi and Vijayamma auntie would prepare for us. It was not just about the food but also about working as a team with Appachan to help Ammachi. I remember accompanying Appachan to the Chanda and the Paramba to get things and then preparing the chakka to make aluwas and chips in the kitchen. പിന്നെ പറയുകയാണെങ്കിൽ അപ്പച്ചൻ അല്പം മുൻഷുണ്ടി കൂടുതലാണ്, എന്നാലും വളരെ സ്നേഹവും എന്നാൽ തമാശയൊക്കെ പറയുന്ന ഒരാളുമാണ്. അവിടെ സൗദിയിലായിരിക്കുമ്പോഴും എന്നും വിളിച്ച് സംസാരിക്കുകയും തമാശയൊക്കെ പറയും, എല്ലാവരുടെ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയും ചെയ്യുന്ന ആളാണ്. പിന്നെ അപ്പച്ചൻ എല്ലാ സിറ്റുവേഷനിലും എന്തെങ്കിലുമൊക്കെ അതിനെ വേറെ ഒരു ആസ്പെക്റ്റിൽ നോക്കാൻ അപ്പച്ചൻ എപ്പോഴും ശ്രമിക്കും. ഒരു ഫണ്ണി ആസ്പെക്റ്റാണ് അപ്പച്ചനുള്ളത്. ഇപ്പം തന്നെ ആണെങ്കിൽ അമ്മച്ചി എന്തെങ്കിലും പറയുവാണെങ്കിൽ, ഇപ്പോൾ വഴക്ക് പറയുന്ന ഒരു കാര്യത്തിലാണെങ്കിൽ അപ്പച്ചൻ അതിൻ്റെ ഒരു ഹ്യൂമർ സൈഡ് കണ്ടുപിടിക്കും. No, but my mum still tells me about my childhood memories here. We went to school at my mother's house, so for weekends we came here and I would rush to their bedroom and Appachan keeps a special stock of biscuits for me, so he would also give me that and then we talked on his bed. All along our time in Kerala,
Appachan, I have never seen him sit idle. He always had something to do with. He had small little projects here and there, and he would make sure that whoever was with him participates in his activity, be it in the garden, be it with the dogs, be it with the hen. We were all around the house, and I once remember Appachan made sure that Sharon got an unyal that she had requested for. So these were the little projects that he had taken up, and he made sure that all of us were a part of it. Appachan and Ammachi take great interest in knowing about us, about our likes and our dislikes, and about our progress at work and studies. Knowing me, they always tell me on call that I should visit them soon if I wanted kadumanga achar and meen curry without fail. In our discussions, Appachan and Ammachi try to understand our perspective and listen to us with an open mind, even when we might disagree sometimes. We can always approach them without any hesitation and reservations. Even when we are miles away, I definitely feel the warmth of their love and their encouragement and the strength of their prayers. ഞാൻ ഇപ്പോൾ കോളേജ് ഫസ്റ്റ് ഇയർ തുടങ്ങിയതേ ഉള്ളൂ. സോ കോളേജ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആദ്യമായിട്ട് അപ്പച്ചനാണ് എനിക്ക് അൺനെസസറി എക്സ്പെൻസിന് കാശ് തന്നത്. അപ്പം അതൊരു പിന്നെ എല്ലാ ബർത്ത്ഡേക്കും എനിക്ക് ഗിഫ്റ്റായിട്ട് ക്യാഷ് തരുമായിരുന്നു. സോ അത് സേവ് ചെയ്യാനും എന്തോ ഇമ്പോർട്ടൻസ് ഒന്നും മനസ്സിലാക്കി തന്നത് അപ്പച്ചനാണ്. അപ്പച്ചൻ ഞാൻ വരുമ്പോൾ ചൂടൊക്കെ വാങ്ങിച്ച് വെക്കുമായിരുന്നു. കാരണം അന്ന് ഞാൻ എരിയൊന്നും കൂട്ടത്തില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് വെച്ച് വറുത്ത് എനിക്ക് അന്ന് ചൂട് മാത്രമായിരുന്നു ഇഷ്ടമുള്ളത്. ഞങ്ങളിവിടെ 4 വർഷം നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ വീട്ടിൽ നിന്നാണ് പഠിച്ചത്. വീക്കെൻഡ്സിലാണ് അപ്പച്ചനെയും അമ്മച്ചി ഇവിടെ കാണാൻ വരുന്നത്. അപ്പം കാണാൻ വരുമ്പോൾ ഞങ്ങളെ വിളിക്കാനും കൊണ്ടുവിടാനും ഞങ്ങളുടെ കൂടെ വരുമായിരുന്നു. ഞങ്ങൾക്ക് വേണ്ടിയ സാധനങ്ങളെല്ലാം മേടിച്ച് തരുമായിരുന്നു. ബേക്കറി ഐറ്റംസ്, കിൻഡർ ജോയ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മേടിച്ച് തന്നായിരുന്നു വിടുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ഭയങ്കര ഒരു കെയറിങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പാണ് ഞാനും അപ്പച്ചനും തമ്മിലുള്ളത്. Appachan and Ammachi's education did not come as a surprise to us. We were told about stories of Ammachi graduating from CMC Vellore and traveling to Saudi and the Middle East for work. At the same time, Appachan completing his graduation and his masters from Ernakulam. And something that we continue to hold to ourselves is the thesis that he had written in the early 1960s. And I think education had been a very important part of both their journey, which has continued to trickle down to the grandchildren as well. കുട്ടിക്കാലത്ത് അപ്പച്ചനായിട്ട് ഓർമ്മ പ്രത്യേകിച്ച് ഓർമ്മയൊന്നുമില്ല. ലൈക്ക് അപ്പച്ചൻ എല്ലാ ദിവസവും രാത്രി ഞങ്ങൾക്ക് കഥയൊക്കെ പറഞ്ഞു തരുമായിരുന്നു അപ്പച്ചൻ്റെ പണ്ട് കാലത്ത്. പിന്നെ അപ്പച്ചൻ MSW പഠിച്ച, സോ അതിൻ്റെ കഴിഞ്ഞ ദിവസം ഞങ്ങൾക്ക് അപ്പച്ചൻ MSW തീസിസ് ഒരെണ്ണം പ്രസൻറ്റ് ചെയ്തായിരുന്നു. അത് കാണിച്ചായിരുന്നു എന്തുമായിരുന്നെന്ന്. അപ്പം ആദ്യം ഞാൻ ഓർക്കുമായിരുന്നു ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ചിട്ട് എന്തിനാണ് ഫാമിങ്ങിന് പോയെന്ന്. ബിക്കോസ് എനിക്ക് അത്രയും പഠിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്. പക്ഷേ അപ്പച്ചന് പഠിക്കാൻ ഇഷ്ടമുള്ള ഒരാളാണ്. അപ്പോൾ അപ്പച്ചൻ ഇത്രയും പഠിച്ചിട്ട് എന്തുകൊണ്ടാണെന്ന് ആലോചിച്ചിട്ടുണ്ട്. മേ ബി അപ്പച്ചൻ ഒരു മോനായിരുന്നെന്നാണ് പറഞ്ഞ് കേട്ടിട്ടുള്ളത്. അപ്പം അപ്പച്ചന് പേരൻസിനോട് നിന്ന് അന്നേരത്തെ കോൺസിക്വൻസസ് മീൻസ് ലൈക്ക് ഫാമിലി മീൻസ് ലൈക്ക് എന്തുവാ ഒരുമിച്ച് ഫാമിലി ഓറിയൻറ്റഡ് പേഴ്സൺ ആയിരുന്നായിരിക്കാം അന്നേരം. പിന്നെ ഒറ്റ മോനാണ്. സോ അപ്പച്ചൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും ഒരുമിച്ച് നിന്ന് അങ്ങനെ ആയിരിക്കാം, ഒബീഡിയൻ്റ് ആയിരുന്നായിരിക്കും. ഞാനും ഇപ്പോൾ MSc കെമിസ്ട്രി കഴിഞ്ഞ ഒരാളാണ്. അപ്പം എന്തുകൊണ്ട് അപ്പച്ചൻ പോയില്ലെന്ന് ഞാൻ ചിലപ്പോൾ ആലോചിക്കും. അപ്പോൾ ഞാൻ ആ സ്ഥാനത്താണെങ്കിൽ പക്ഷേ ഞാൻ പോയേനെ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ ജോലി ചെയ്യുകയാണ്. കാരണം ഇൻഡിപെൻഡൻ്റ് ആയിരിക്കണം എന്നാണ് എൻ്റെ ഒരു ചിന്താഗതി. ഫാമിലിയുമായിട്ട് നിന്നാൽ നമ്മൾ സ്വന്തം അവരുടെ പുറത്ത് ഡിപ്പെൻഡൻ്റ് ആണ്ടി വരും. നമ്മൾ പുറത്തു പോയാൽ നമ്മൾ സ്വന്തം മണി ഏൺ ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് നമുക്ക് തന്നെ എന്തെങ്കിലും ജോലി നമുക്ക് തന്നെ വേണ്ടിയെന്ന് മേടിക്കാം. ഇപ്പോൾ എൻ്റെ അപ്പ ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ അപ്പയ്ക്ക് ഇഷ്ടമുള്ള ചെയ്യാം, പുറത്തു പോവാം, ചെയ്യാം. പക്ഷേ ഇപ്പോൾ എൻ്റെ പേരൻസിൻ്റെ മണി ഓർത്ത് ലീവ് ചെയ്യുന്നെങ്കിൽ ഞാൻ എല്ലാം അവരോട് ചോദിക്കുകയും ചെയ്യേണ്ടി വരും. അതുകൊണ്ട് എനിക്കൊന്ന് സ്വന്തമായിട്ട് നെയിം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ പുറത്തു പോയി ജോലി ചെയ്താലേ ഒക്കത്തുള്ളൂ. പിന്നെ അപ്പച്ചനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നിട്ടും പഠിക്കാൻ പോയില്ല എങ്കിലും
അത് എൻ്റെ പേരൻസിനെ എപ്പോഴും ബെനിഫിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് അവരെപ്പോഴും കേൾക്കുന്നുണ്ട്. അവർക്ക് ഓരോ പ്രാക്ടിക്കൽ സൈഡ് ഓഫ് ലൈഫ് പഠിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് അവരെപ്പോഴും പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. എൻ്റെ പപ്പ ആണെങ്കിലൊക്കെ ഇപ്പോൾ ഭയങ്കര ആക്റ്റീവായിട്ടാണ് പള്ളിയിലും സമൂഹത്തിലും ഒക്കെ ഉള്ളത്. അപ്പോൾ പപ്പ എപ്പോഴും പറയും അപ്പച്ചനിൽ നിന്നാണ് അത് ലഭിച്ചതെന്നും അപ്പച്ചൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങളിൽ നിന്നാണ് പഠിച്ചതെന്നും. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു പ്രാക്ടിക്കൽ സ്കിൽ ഡെഫിനറ്റ്ലി ഒരു പാസ് ഓൺ ചെയ്ത് കൊടുത്തത് അപ്പച്ചൻ തന്നെയാണ്. അതിപ്പോൾ ഞങ്ങളിലേക്കും പാസ് ഓൺ ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പച്ചൻ്റെ പേരൻസിന് ലക്ക, ബിക്കോസ് മീൻസ് ലൈക്ക് അപ്പച്ചനൊക്കെ വലിയപ്പച്ചനൊക്കെ വയ്യാതെ കിടന്നിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ നോക്കാനൊക്കെ എൻ്റെ അപ്പയ്ക്കും അമ്മയ്ക്കും നോക്കിയാൽ ഫിനാൻഷ്യലി അല്ല, മെറ്റീരിയലിസ്റ്റിക് ആണെങ്കിൽ അല്ല, പക്ഷേ മീൻസ് ലൈക്ക് ഫാമിലി മോറൽ എത്തിക്സ് ആണെങ്കിൽ ആണ്. ബിക്കോസ് അവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. പിന്നെ പഴയകാല കൃഷി അതൊക്കെ എങ്ങനെ ചെയ്യണമെന്ന് അറിയാം, അതൊക്കെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ അവർ ജോലിക്ക് പോയി മീൻസ് ലൈക്ക് വേറെ രാജ്യത്ത് ജോലിക്ക് പോയിരുന്നെങ്കിൽ അവരുടെ ലൈഫ് വേറെ ആയിരുന്നേനെയും, പക്ഷേ ഈ നാടിനോടുള്ള അറ്റാച്ച്മെൻറ്റ് കുറഞ്ഞേനെ ഓബിയസ്ലി. അപ്പച്ചൻ അന്നെടുത്ത തീരുമാനത്തിന് അവരുടെ പേരൻസ് ഭയങ്കര ലക്കിയായിരുന്നെന്ന് എനിക്ക് പറയാം, അന്നെടുത്ത തീരുമാനത്തിന്. അതുകൊണ്ട് അവരുടെ പേരൻസിനെ അവർക്ക് നല്ലതായിട്ട് ടേക്ക് കെയർ ചെയ്യാൻ പറ്റി. ആ ഒരു സമയത്തും എല്ലാ ടൈമിലും കൂടെ ഉണ്ടാകാൻ പറ്റി. ഇന്ത്യക്കകത്തും ഒക്കെ, പക്ഷെ കേരളത്തിൽ എനിക്ക് വരാൻ അധികം താല്പര്യമില്ല. ഇന്ത്യക്കകത്ത് എവിടെയായാലും പ്രശ്നം, എനിക്ക് കേരളം അത്ര കുഴപ്പമില്ല, പക്ഷെ എനിക്ക് അത്ര ഒരു ഇഷ്ടമല്ല. എനിക്ക് തോന്നാൻ മീൻസ് ലൈക്ക് ഞാൻ വെക്കേഷനെ വരാറുള്ളൂ, അതിൻ്റെ ഇതേ ഉള്ളൂ. പിന്നെ ഇപ്പം കോളേജിൽ പഠിക്കുന്നുണ്ട്, സോ കുഴപ്പമില്ല. പക്ഷേ ഇവിടെ ഭയങ്കര തിങ്സ് മീൻസ് ലൈക്ക് ഒന്നും അങ്ങോട്ട് അങ്ങനെയല്ല. ഒരു പ്രോഗ്രാം പ്ലാൻ ചെയ്താലോ എന്തെങ്കിലും പ്ലാൻ ചെയ്താൽ അതങ്ങോട്ട് നടക്കത്തില്ല. ടൈമായിട്ട് എല്ലാം ഡിലേ ആവും. പിന്നെ റൂൾസ് ഒന്നും സിസ്റ്റമാറ്റിക് അതൊന്നുമല്ല. സോ നാട്ടിൽ സെറ്റിൽ ചെയ്യാൻ അത്ര ആഗ്രഹിക്കത്തില്ല. ബിക്കോസ് ഇവിടെ അത്രയും അൺഎംപ്ലോയ്മെൻ്റ് ആയിരിക്കും. അത്ര ഒത്തിരി പഠിച്ചവർ വരെ എന്താ പറയുക ജോലി ഇല്ലാതെ ഇവിടെ ഇരിപ്പുണ്ട്. പക്ഷെ പുറത്ത് പോകുമ്പോൾ നമുക്ക് ഇച്ചിരി ജോലിയുണ്ട്, സാലറി ഏറെ ഉണ്ട്. അപ്പോൾ പിന്നെ ഫാമിലി അവിടെ നിൽക്കാൻ വേണ്ടി എളുപ്പമായിരിക്കും. അവിടെ നാട്ടിൽ അത്രയും സേഫും അല്ല. പിന്നെ നൈറ്റ് ലൈഫ് ഭയങ്കര കുറവാണ് ഇവിടെ. 7 o'clock ആകുമ്പോഴത്തേക്കും എല്ലാവരും വീടിൻ്റെ അകത്ത് കയറും, പിന്നെ പുറത്താരും ഇറങ്ങത്തുമില്ല. സോ ഐ തിങ്ക് എബ്രോഡ് ബെറ്റർ. In India, it's a very tropical place, but in England, it's just it's not really like. Yes, I still like coming to Kerala to see Apachan and Ammachi. എൻ്റെ മൂന്ന് പേരാണ് അവർ. സോ ഉപ്പാപ്പൻ എന്ന് പറയുന്നത് UK അവർ തിരിച്ചു വരത്തില്ല. പിന്നെ മായംച്ചി എന്ന് പറയുന്നത് ഇൻഡോറിലാണ്, അവരും തിരിച്ചു വരത്തില്ല. പിന്നെ ഞങ്ങളെ തിരിച്ചു വരത്തുള്ളൂ. അപ്പം സ്ട്രെങ്ത് കീപ്പപ്പ് ചെയ്യണമുണ്ട്. പക്ഷേ എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് വൺസ് ഞങ്ങൾ മീറ്റപ്പ് ചെയ്യും, മേക്ക് ഷുവർ ആക്കും. ഓക്കെ, ഇവിടെ അവധിക്ക് വന്നിട്ട് ചൂടും മഴയും എല്ലാം കൂടെ എല്ലാവരും ഉള്ള ദിവസം നമുക്കൊരു ഫോട്ടോ എടുത്താലോ? നല്ല വെട്ടമുണ്ട്, നല്ല ദിവസം, മഴയും മാറി നിൽക്കുക. മതി നമുക്കൊരു ഫോട്ടോ എടുക്കാം. എല്ലാവരും ഉള്ളൊരു സമയമല്ലേ? ആ സാന്താ വിളിച്ചേ, നമുക്കൊരു ഫോട്ടോ എടുക്കാം. ഒരു കസേര നീ രണ്ടെണ്ണം ഒരു കാര്യം അച്ഛനെ പറയാമോ? എന്തോ റെഡിയാണോ നോക്കി? എന്തുകൊടുക്ക നീ കഴിക്കുകയാണോ? ഉച്ച ഭക്ഷണമായില്ലേ? ചെരുപ്പ് വിടോ? അങ്ങോട്ട് നീക്കിയിട്ടുണ്ട്. പയ്യെ മതി. ഒരു വലത് കാലം ആദ്യം ഇച്ചിരി മുന്നോട്ട് കയറുമ്പോൾ വലത് കാലം വെക്കണ്ടേ? മോളെ കസേര നോക്കണം. ഓക്കെ ആണോ അച്ഛാ? ഓക്കെ ആണല്ലേ? Okay, ready? Smile, please.